കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ഒരു ഗ്രാമപഞ്ചായത്തിനെ വെറും 4.5 വർഷം കൊണ്ട് ജില്ലയിലെ തന്നെ മുൻനിരയിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലും ആഹ്ലാദത്തിലുമാണ് പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭരണസമിതി അംഗങ്ങളും. 4.5 വർഷം മുൻപ് ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ജനപ്രതിനിധികൾ. പറഞ്ഞു വരുന്നത് കണിച്ചാർ പഞ്ചായത്തിനെ കുറിച്ചാണ്. 2021 പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ഭരണമേൽക്കുമ്പോൾ പഞ്ചായത്തുകളുടെ ഭൂപടത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു കണിച്ചാർ ഗ്രാമപഞ്ചായത്ത്. 2025 ഭരണസമിതി 4 വർഷം പൂർത്തിയാക്കുമ്പോൾ 71 ഗ്രാമപഞ്ചായത്തുകളുള്ള കണ്ണൂർ ജില്ലയിൽ വികസന ഭൂപടത്തിൽ 6ാം സ്ഥാനത്താണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത്. വ്യക്തതയുള്ള കാഴ്ചപ്പാടുകളും വികസന കാര്യത്തിൽ ഭരണപക്ഷത്തെ എന്ന പോലെ പ്രതിപക്ഷത്തെയും ചേർത്ത് നിർത്താനുള്ള നേതൃത്വപാഠവുമാണ് ഈ നേട്ടത്തിനു പിന്നിൽ. ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പിന്നോക്ക പഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു കണിച്ചാർ ഗ്രാമപഞ്ചായത്ത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഇത് കണക്കാക്കുന്നത് പദ്ധതി നിർവഹണത്തിലെ അവരുടെ പെർഫോമൻസ് വെച്ചുകൊണ്ടാണ്. പദ്ധതി നിർവഹണം മാത്രമല്ല, നമ്മുടെ നികുതി പിരിവ് 100% ആക്കുക, അതുപോലെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൻ്റെ മികവ്, ഇതെല്ലാം കണക്കൂട്ടിക്കാണ് ഒരു പഞ്ചായത്തിനെ വിലയിരുത്തുന്നത്. നമ്മൾ ഏറ്റവും പിന്നോക്കം നിന്നൊരു പഞ്ചായത്തായിരുന്നു. പക്ഷെ പടിപടിയായി നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഞങ്ങളുടെ 13 മെമ്പർമാർ, ഞാനടക്കമുള്ള 13 മെമ്പർമാരും ഈ പഞ്ചായത്തിലെ 22ഓളം സ്റ്റാഫുകളും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരും നമ്മുടെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരുടെ എല്ലാം പൂർണ്ണമായ സഹകരണ ഇടപെടലുണ്ടായി. ചരിത്രത്തിലാദ്യമായിട്ടാണ് കണിച്ചാർ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി 100% പൂർത്തീകരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 6ാമത്തെ പഞ്ചായത്തായി മാറാൻ കണിച്ചാർ പഞ്ചായത്തിന് കഴിഞ്ഞത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു നാടിന്റെ വികസനത്തിൽ റോഡുകളുടെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് മനസ്സിലാക്കിയ ഭരണ നേതൃത്വം റോഡുകളുടെ നവീകരണത്തിന് പ്രഥമ പരിഗണനയായിരുന്നു നൽകിയിരുന്നത്. അധികാരമേൽക്കുമ്പോൾ 48 കിലോമീറ്റർ റോഡ് മാത്രമാണ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇന്നത് 186 കിലോമീറ്റർ ആക്കി ഉയർത്തി കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ചരിത്രം കുറിച്ചിരിക്കുന്നു. 2024-25 വാർഷിക പദ്ധതി 100% പൂർത്തീകരിച്ചത് പഞ്ചായത്തിന്റെ വലിയൊരു നേട്ടമായി. വികസന ഫണ്ട്, റോഡ് മെയിന്റനൻസ്, TSP, SCP എന്നിവയ്ക്കായി അനുവദിച്ച മുഴുവൻ തുകയും കൃത്യതയോടെ വിനിയോഗിക്കാൻ കഴിഞ്ഞതാണ് ഈ നേട്ടത്തിന് കാരണമായതെന്ന് ആന്റണി സെബാസ്റ്റ്യൻ പറയുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന ഭരണസമിതി അംഗങ്ങൾ ഒന്നിച്ചു നിന്നു എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് അഭിമാനം കൊണ്ടു. സാധാരണ എല്ലാവർക്കും ഈ പുറകിലേക്ക് പോകാനുള്ള കാരണം മെയിൻ്റനൻസ് റോഡ് വർക്കുകൾ, ഒന്നായിട്ട് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ 100% കൈവരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഞങ്ങളുടെ എഞ്ചിനീയർ മികവായ പ്രവർത്തനമാണ് നടത്തിയത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സാജു എഞ്ചിനീയറും ഒപ്പം തന്നെ ഞങ്ങളുടെ 2 ഓവർസിയർമാർ സുജിഷയും ഹാനറ്റും അതുപോലെ ഇപ്പം വന്ന മഞ്ജുഷ എന്ന എഞ്ചിനീയറെല്ലാം സജീവമായി ഇടപെടലാണ് ഞങ്ങൾ റോഡ് മെയിൻ്റനൻസ് 100%ലേക്ക് എത്താൻ. അതാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ എക്സ്പെൻഡിച്ചർ 100% മുകളിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ, നമ്മുടെ ഡോക്ടർമാർ, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിലെ MSS, അതുപോലെ മറ്റ് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള നിർവഹണ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും നിറഞ്ഞ ഇടപെടലാണ്. ICS സൂപ്പർവൈസർ തുടങ്ങിയ എല്ലാവരുടെയും പൂർണ്ണമായ ഇടപെടലാണ്. അവരുടെ പദ്ധതികളെല്ലാം 100% വിനിയോഗിക്കുന്നതിന് അവർ പൂർണ്ണമായി സന്നദ്ധരായി എന്ന് മാത്രമല്ല, അതിന് കമ്മിറ്റഡായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ചരിത്ര നേട്ടം ത്തിലേക്ക് എത്താൻ പറ്റിയത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗം കണ്ണൂരിൽ നടന്നു. ആ യോഗത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല, അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ചാർജ്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു അവാർഡ്, പഞ്ചായത്തിൻ്റെ അവാർഡാണ് അദ്ദേഹം വാങ്ങിയത്. ആ വകുപ്പ് തന്നെ നൽകി ഏറ്റവും നല്ല മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് നിലയ്ക്കാണ് കണിച്ചാർ പഞ്ചായത്തിനെ അതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റു പഞ്ചായത്തുകളുണ്ട്. ഒപ്പം തന്നെ ഇത് 15ഓളം പഞ്ചായത്തുകളാണ് തിരഞ്ഞെടുത്തത്. അതിനകത്തൊരു പഞ്ചായത്തായി മാറാൻ കണിച്ചാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രസിഡന്റ് അടക്കമുള്ള 13 മെമ്പർമാരും 22 ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതാണ് പഞ്ചായത്തിന്റെ ഈ നേട്ടത്തിന് കാരണമെന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി, എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൃത്യതയോടെയുള്ള ഇടപെടലുകൾ പഞ്ചായത്തിന്റെ നേട്ടത്തിന് വേഗത കൂട്ടി. കണ്ണൂരിൽ നടന്ന പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ദീപുരാജ് ഏറ്റുവാങ്ങിയത് പഞ്ചായത്തിനുള്ള ഏറെ വിലപ്പെട്ട അംഗീകാരമായി കരുതാം.
മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെപ്പറ്റിയും വിശദമായ ചർച്ചകൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിൽ പങ്കെടുത്ത് ഡോക്യുമെന്റേഷൻ അവതരിപ്പിക്കാനും പ്രശംസാപത്രം നേടാനും കഴിഞ്ഞത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാനതല അംഗീകാരമാണ്. കണിച്ചാർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ജിത്തു കോളയാട് ചെയ്ത ഡോക്യുമെന്ററി ഏറെ ജനശ്രദ്ധ നേടി. നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന ഒരു നില നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കണിച്ചാർ പഞ്ചായത്ത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഓരോ കൊല്ലവും നടത്തുന്ന പ്രവർത്തനം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ജിത്തു കോളയാടാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ എല്ലാം ചെയ്തു തന്നത്. അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടും അതുപോലെ തന്നെ ഞങ്ങളോടുള്ള പ്രത്യേക താല്പര്യമെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ തയ്യാറായത്. കണിച്ചാർ ബസ് സ്റ്റാൻഡിൽ 3 നിലകളിലായി പണി കഴിപ്പിച്ച കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. താഴെ വ്യാപാര സ്ഥാപനങ്ങളാണ്. ഏറ്റവും മുകളിലെ നിലയിലാണ് പഞ്ചായത്ത് ഹാൾ സ്ഥിതി ചെയ്യുന്നത്. 200ഓളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2ാം നിലയിലാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം. ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന കണിച്ചാർ പഞ്ചായത്ത് ഓഫീസ് കാഴ്ചയിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസിനോട് സാമ്യം തോന്നാം. കൃത്യമായ ഏകോപനത്തോടെയും വ്യക്തമായ മാർഗനിർദ്ദേശത്തോടെയും പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് കണ്ണൂർ ജില്ലയിലെ തന്നെ പെൻഡിംഗ് ഫയലില്ലാത്ത പഞ്ചായത്ത് ഓഫീസ് എന്ന നേട്ടവും കൈവരിച്ചിരിക്കുന്നു. സാമൂഹ്യക്ഷേമപരമായ നിരവധി പദ്ധതികളും അതിനുള്ള ഫണ്ടും സർക്കാരിന്റെ കയ്യിലുണ്ട്. നാടിന് അനുയോജ്യമായ പദ്ധതികൾ തെരഞ്ഞെടുത്ത് അത് യഥാസമയം സർക്കാരിൽ നിന്നും നേടിയെടുക്കുക എന്നതിനാണ് പ്രാധാന്യം. കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, തലസ്ഥാനത്ത് ചെന്ന് നിവേദനം കൊടുത്ത് മടങ്ങി വന്നിട്ട് കാര്യമില്ല. നിരന്തരമായ ഫോളോ അപ്പ് വഴി സർക്കാർ പദ്ധതികൾ നാട്ടിൽ നടപ്പിലാക്കുകയാണ് വേണ്ടത്. 2021 78 ലക്ഷം രൂപ മാത്രം റോഡ് മെയിന്റനൻസിനായി കിട്ടിയിരുന്ന പഞ്ചായത്തിന് ഇത്തവണ ലഭിച്ചത് 3,78 ലക്ഷത്തോളം രൂപയാണ്. അതുകൊണ്ട് തന്നെ ആ പണം വിനിയോഗിച്ച് നിലവാരമുള്ള സുന്ദരമായ റോഡുകൾ പൂർത്തിയാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. മാത്രമല്ല, എല്ലാ റോഡുകളിലും PWD നിലവാരത്തിലുള്ള റിഫ്ലക്ടർ ബോർഡുകൾ സ്ഥാപിച്ചു. ബോർഡുകളിൽ റോഡിന്റെ പേര്, നീളം, വീതി കൂടാതെ ശുചിത്വ നിർദ്ദേശങ്ങൾ കൂടി ബോർഡുകളിൽ എഴുതി ചേർത്തു. ഇതിനായി 22 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ചിലവഴിച്ചത്. കൂടാതെ മെയിൻ റോഡുകളിൽ നിന്ന് പഞ്ചായത്ത് റോഡുകളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലും മറ്റു പഞ്ചായത്തുകളുടെ അതിർത്തികളിലും ക്രോസ് ബോർഡുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. പഞ്ചായത്ത് പരിധിയിൽ 30 കിലോമീറ്റർ ദൂരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് പഞ്ചായത്ത് റോഡുകൾ പ്രകാശപൂരിതമാക്കാനും രാത്രി യാത്രകൾ സുഗമമാക്കാനുമുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പഞ്ചായത്ത് വിഹിതമല്ലാതെ മിനറൽ ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകൾ കണ്ടെത്തി അത് പഞ്ചായത്തിന് ലഭ്യമാക്കി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാനുള്ള ശ്രമവും നടന്നു. കേരളത്തിൽ ആദ്യമായി മിനറൽ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് എന്ന നേട്ടവും കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമാണ്. 2022 പൂളക്കുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞുപോയ ആ പ്രദേശത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയ ലിവിംഗ് ലാബ് എന്ന പദ്ധതി കണിച്ചാറിന് അനുവദിച്ചു. ഇതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഓഫീസ് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന എയർലി വാർണിംഗ് സിസ്റ്റം പൂളക്കുറ്റി മലയുടെ മുകളിൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടന്നുവരികയാണ്. ഉത്തരാഖണ്ഡിലെ IIT റൂർക്കി എന്ന സ്ഥാപനമാണ് ഇത് സ്ഥാപിക്കുന്നത്. കൂടാതെ ഏലപ്പീടികയിൽ സ്ഥാപിച്ചിട്ടുള്ള മഴമാപിനിയും എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ്. ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങളാണ് കണിച്ചാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുന്നത്. കണിച്ചാർ പഞ്ചായത്തിനെ ആസ്ബറ്റോസ് ഷീറ്റ് ഇല്ലാത്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന വലിയൊരു പ്രൊജക്ടുമായി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ ഭരണ നേതൃത്വം. ഹീറ്റ് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി ചൂട് വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ ആസ്ബറ്റോസ് ഷീറ്റുകൾ പാടെ മാറ്റി മേൽക്കൂരകൾക്ക് അനുയോജ്യമായ പകരം സംവിധാനം ഒരുക്കി കൊടുക്കാനുള്ള ശ്രമം വിജയപാതയിലാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, എനർജി മിഷൻ എന്നിവയുടെ സഹായത്തോടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കാനുള്ള കഠിന പരിശ്രമവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. മടപ്പുരച്ചാലിൽ ഒരു സ്വകാര്യ സംരംഭകന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന
റബ്ബർ പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്. ഇതുവഴി പ്രദേശത്തെ കുറെ ആളുകൾക്ക് ജോലി നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യവും പഞ്ചായത്തിന് മുന്നിലുണ്ട്. കാടും മലയും പുഴയും ചേർന്ന് ടൂറിസത്തിന് ഏറെ സഹായകരമായ ഭൂപ്രകൃതിയാണ് കണിച്ചാറിന്. 4 വർഷമായി ടൂറിസം മേഖലയിൽ കണിച്ചാർ പഞ്ചായത്തിന്റെ മുന്നേറ്റം അസൂയാവഹമാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള വിവിധ പദ്ധതികൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏലപ്പിടികയിൽ സഞ്ചാരികളെ ആകർഷിക്കാനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ ട്രെയിനിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയ വിശ്രമ കേന്ദ്രം ഏറെ ജനശ്രദ്ധ നേടിയ ഒന്നാണ്. പൂളക്കുറ്റിയിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു നടപ്പാത നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടത്തിവരുന്നുണ്ട്. സ്ഥിരമായി മാലിന്യം തള്ളിയിരുന്ന പേരിയ ചുരം റോഡിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ ശുചിത്വ ഫെൻസിംഗ് നടപ്പിലാക്കി ചുരം റോഡിനെ മാലിന്യമുക്തമാക്കാനുള്ള ശക്തമായ ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഓരോ വീടുകളിലും മാലിന്യ സംഭരണത്തിനായി ബൊക്കാഷി ബക്കറ്റുകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. വൃദ്ധജനങ്ങൾക്കായി വിനോദയാത്ര, പൊതുഗതാഗതമില്ലാത്ത പ്രദേശങ്ങളിലെ സ്ത്രീകൾക്കായി സിനിമാ പ്രദർശനം, ചുഴലിക്കാറ്റും മറ്റനുബന്ധ പ്രകൃതി ദുരന്തങ്ങളും നേരിടുന്നതിനായി മോക്ക് ഡ്രിൽ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടി. ഏറ്റവും ഒടുവിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ഭൂനികുതി പിരിവിൽ 100% സമ്പൂർണ്ണത കൈവരിച്ചു എന്ന നേട്ടവും പഞ്ചായത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലായി. ഒരു പഞ്ചായത്തിന് സാധ്യമായ രീതിയിലെല്ലാം ഫണ്ട് കണ്ടെത്തി പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്ത് കണിച്ചാറിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യനും പഞ്ചായത്ത് അംഗങ്ങളും. അങ്ങനെ സമൂലമായൊരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 6 മാസം കൂടെ ഞങ്ങൾ മുമ്പിലുണ്ട്. ആ സമയത്തിനുള്ളിൽ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണമുണ്ട്. അപ്പം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങൾ 5ാം വർഷത്തിലേക്ക് പോകുന്നതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വർഷങ്ങളായി വികസന പ്രവർത്തനങ്ങളിലടക്കം ഏറ്റവും പിന്നിൽ നിന്നിരുന്ന പഞ്ചായത്ത് ഇക്കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറിയതിന്റെ അഭിമാനവും ആഹ്ലാദവും പ്രസിഡന്റിന്റെ വാക്കുകളിൽ ഉണ്ട്. താൻ നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് ഇനിയും 6 മാസം മുന്നിലുണ്ടെന്നും അതിനുള്ളിൽ തങ്ങളെ കൊണ്ടാവുന്നതെല്ലാം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ദൃഢനിശ്ചയവും കണ്ണുകളിലെ ആത്മാർത്ഥതയും അത്രമേൽ ഉറപ്പുള്ളതാണ്.